ഹൈന്ദവ സമുദായം അങ്ങനെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെയാണ് ഹൈന്ദവ സമുദായം അങ്ങനെ പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയതല്ല. സത്യമാണ്, കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മേൽക്കൈയുള്ള ഒരു പാർട്ടിയായിരുന്നു. ഈ ജനാധിപത്യത്തിൽ എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ആ എണ്ണം ക്രിസ്ത്യൻ സമുദായത്തിൽ കുറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ അത് ക്രമാതീതമായിട്ടൊന്നും കൂടിയിട്ടൊന്നുമില്ല, പക്ഷേ താരതമ്യേന ആ സമൂഹത്തിൽ അത് കൂടിയിട്ടുണ്ട്. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം സമുദായമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. കേരളം ആര് ഭരിക്കണമെന്ന് മുസ്ലിം സമുദായം ഇപ്പോൾ തീരുമാനിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇവിടെ ഭൂരിപക്ഷം ഹൈന്ദവ സമുദായമാണ്. അവർ ഹൈന്ദവ സമുദായം അങ്ങനെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെയാണ് ഹൈന്ദവ സമുദായം അങ്ങനെ പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയതല്ല. കാര്യം BJP പോലെയുള്ള ഒരു വലിയ പാർട്ടി അവർക്കുണ്ട് എങ്കിലും കേരളത്തിലെ ആളുകൾ അങ്ങനെ മതപരമായി പൊളിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതാണ്. അത് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൽ പണ്ട് CPMൻ്റെ നേതാക്കൾ പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ കേട്ടു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, മുസ്ലിം ലീഗിലുള്ളതിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ CPMലുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. എല്ലാ സമുദായത്തിലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പുണ്യമാണ്. അത്തരം നന്മകൾ ഈ സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉയർച്ചയും. ഇതിനെ ഈ രണ്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ ജനാധിപത്യത്തിൽ എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ആ എണ്ണം ക്രിസ്ത്യൻ സമുദായത്തിൽ കുറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ അത് ക്രമാതീതമായിട്ടൊന്നും കൂടിയിട്ടൊന്നുമില്ല, പക്ഷേ താരതമ്യേന ആ സമൂഹത്തിൽ അത് കൂടിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാ വോട്ടിനും തുല്യ മൂല്യമാണ്. ആളെണ്ണത്തിനാണ് ജനാധിപത്യത്തിൽ വിലയുള്ളത്. എവിടെയാണോ വോട്ടെണ്ണം കൂടുതലുള്ളത് അവരുടെ പൊളിറ്റിക്കൽ വാല്യൂ വർദ്ധിക്കും. എവിടെയാണോ അത് കുറയുന്നത് അത് കുറയും. അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അതിനെ നമ്മൾ അസൂയയോടെ നോക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ വാല്യൂ വരണമെങ്കിൽ പക്ഷേ ഒന്നിച്ചിരിക്കണ്ടേ? അത് പ്രധാനപ്പെട്ടതാണ്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പലതായി ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ്സുകളുടെ വിഭജനം, അതെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രത്തിൽ ഇവർ പെട്ടുപോയതാണ്. ആ പ്രതിസന്ധി ഇപ്പം നേരത്തെ മാണി ഈ ഗ്രൂപ്പിനെ UDF നിന്ന് പിരിച്ചുവിടുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലായി. എത്രയോ നെയ്വായൊരു കാര്യമാണ്. ഒരു ജില്ലാ പ്രസിഡൻറ്റിൻ്റെ അവസാനത്തെ 3 മാസത്തെ ഭരണം നിസ്സാര ഒരു കാര്യം പറഞ്ഞാണ് ഒരു മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ് സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ എന്നാൽ അത് ഉൾക്കൊള്ളാനോ ഇതിനപ്പുറത്തേക്ക് നീണ്ടതാണ് നമ്മുടെ ബന്ധങ്ങളെന്ന് തിരിച്ചറിയാനോ മറുപക്ഷത്തും കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ ഇതിനകത്ത് ഇടകലർന്നു വരുന്നത് കൊണ്ട് പൊളിറ്റിക്കലി യൂണിഫൈഡ് ആകാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ഇപ്പം മുസ്ലിം സമുദായത്തിലെ പോലെ പൊളിറ്റിക്കലി യൂണിഫൈഡായ ഒരു തോട്ട് പാറ്റേൺ ഒന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലില്ല. അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് ഈ നമ്മളെ ആരും ഒരു ശത്രുപക്ഷത്തേക്ക് കരുതുന്നില്ല. നമ്മൾ LDFകാർക്കും UDFകാർക്കും ഒരുപോലെ ആക്സസിബിളായ ഒരു കമ്മ്യൂണിറ്റിയായി. ഇപ്പം BJPക്കാർക്കും നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ അലീജിയൻസിൽ പെട്ടവരായിരുന്നേ അത് നടക്കുകയില്ല. അതാണ് അതിൻ്റെ ഗുണകരമായത്. ഇവർ എല്ലാവർക്കും സമീപിക്കാവുന്നൊരു സമൂഹം, ആർക്കും പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലാത്തൊരു സമൂഹമായി നിലകൊള്ളാൻ പറ്റും. ദോഷമെന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായി മാറാത്തതിൻ്റെ ദോഷമെന്ന് പറയുന്നത്.
കേരളത്തിലൊരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാവാനൊരു സാധ്യത വിദൂരമാണെന്നുള്ളൊരു സത്യം സഭ തിരിച്ചറിയുന്നുണ്ടോ? അതിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സങ്കല്പ ലോകം ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുമല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്കൊരു വിചാരമില്ല. ഇവിടെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവരാരും വഴിവിട്ട് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളാരും ഒന്നും ചോദിക്കാനും പോയിട്ടില്ല, മേടിക്കാനും പോയിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഒരു സമുദായം അന്യായമായി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ സമുദായം ഒറ്റപ്പെടാനും ആ സമുദായത്തെ മറ്റുള്ളവർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനും ഇടവരും. മറിച്ച് ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മുഖ്യമന്ത്രി ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും തുല്യമാണ്. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ സമരങ്ങളിലൂടെ സഭ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഭയുടെ നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ജാതിയും മതവും നോക്കി നിർണ്ണയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടം ഞങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ബാലിശമായ സ്വപ്നങ്ങൾ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെ തകർച്ചയോടെ അല്ലെങ്കിൽ KM മാണിയുടെ മരണത്തിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇല്ലാതായി. അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് സത്യമാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മേൽക്കൈയുള്ള ഒരു പാർട്ടിയായിരുന്നു. തീർച്ചയായും അത് പഴയ വിമോചന സമരം കാലം മുതൽ നായന്മാർക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോഷ്യൽ ബാലൻസിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് 25 MLA വരെയും അസംബ്ലിയിൽ കേരള കോൺഗ്രസിൻ്റേതായിട്ട് വന്നിരുന്നു. അതിനെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവരിതിനെ പല കഷ്ണങ്ങളാക്കി ചിതറിച്ചു കളഞ്ഞു. പിന്നെ ഈ സാമുദായിക നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്വഭാവ പ്രത്യേകതകളും ഈ ഒരു പിളർപ്പിനും തകർച്ചയ്ക്കും കാരണമാണ്. പിളരും തോറും വളരും, വളരും തോറും പിളരും എന്നൊക്കെയുള്ളത് മനുഷ്യൻ്റെ വെട്ടയിൽ ഒരു പ്രാസ ഒപ്പിച്ച് പറയാൻ കൊള്ളും എന്നല്ലാതെ അതൊന്നും ആത്യന്തികമായി ഈ പാർട്ടിയെയും വളർത്തിയില്ല, ആരെയും തുണച്ചുമില്ല എന്നുള്ളതിന് കേരളത്തിൻ്റെ ചരിത്രം സാക്ഷിയാണ്. പിളരും തോറും തളർന്നു പോയതിൻ്റെ ചരിത്രമേ കേരള കോൺഗ്രസിനുള്ളൂ. അതുപോലെ വളരും തോറും പിളരും എന്ന് പറയുന്ന ആ ഒരു ആശയില്ല. കാരണം വളർച്ചയില്ലല്ലോ. വളരാതെ തന്നെ പിളരുന്നു എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദുരന്തം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു സഭ അതിന് മുൻകൈ എടുത്ത് ഇവരെ ഒരുമിപ്പിക്കണം എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ വ്യക്തമായൊരു പൊളിറ്റിക്കൽ അലയൻസിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ ഈ ഒരേ ചിന്താധാരയുള്ളവർ ഒരുമിച്ച് നിന്നാൽ കുറേ കൂടി നല്ലതാണ്, കുറേ കൂടി ഈ ബാർഗെയിനിങ് പവർ അതിന് കിട്ടും എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ്സുകളെ ഒന്നിപ്പിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ ബലപരീക്ഷണത്തിന് മുതിരാൻ സഭയ്ക്ക് താല്പര്യമില്ല. പക്ഷെ അവരത് ചെയ്താൽ അതിൽ ഞങ്ങൾ സന്തോഷിക്കും.